Good morning. Sorry, good afternoon all. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോബ്ലംസ് അല്ല ഫങ്ഷൻസ് കാര്യം ഡിസ്കസ് ചെയ്തു അല്ലേ? അങ്ങനെയല്ലേ? ഫുഡ് കഴിച്ചു കേട്ടാ. ഓക്കെ, ഫസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫങ്ഷൻസ് ആണ്. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോ ഫുഡിന്റെ പ്രശ്നം പറഞ്ഞിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യാൻ ചാൻസ് ഇല്ലേ? ഡയറ്ററിയുടെ എന്തെങ്കിലും ക്വാളിറ്റിയുടെ പ്രശ്നം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അത് സോൾവ് ചെയ്യില്ല. ഡിസ്പ്യൂട്ടുകൾ തർക്കങ്ങളൊക്കെ വരുമ്പോൾ അത് ഡിസ്പ്യൂട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സോൾവ് ചെയ്യേണ്ടി വരും. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ നമ്മൾ പറഞ്ഞില്ലയോ ഓർഗാനോഗ്രാം ആ അനുസരിച്ച് വേണം പറയാനായിട്ട്. ചിലപ്പോൾ അതൊരു പേഴ്സണൽ ആയിട്ട് എടുത്താലോ, അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികള് പേഴ്സണൽ ആയിട്ട് അത് റിവെഞ്ച് രീതിയിൽ എടുത്താലോ അല്ലെങ്കിൽ അവർക്കത് വിഷമം വരുമ്പോ ഓരോ ഹ്യൂമൻ ബീങ്സും ഡിഫറെന്റ് ആണെന്ന് നമുക്കറിയാല്ലേ. അപ്പൊ അടുത്ത സ്റ്റാഫുകൾ ചിലപ്പോ അത് പേഴ്സണൽ ആയിട്ട് മൈൻഡില് അതെടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ഡിസ്പ്യൂട്ടിന് കാരണമാവും, തർക്കങ്ങൾ വരാനുള്ള കാരണമാവും. അങ്ങനെ വരുമ്പോ നമുക്ക് ആ ഡിസ്പ്യൂട്ട് ആര് സോൾവ് ചെയ്യേണ്ടി വരും? ഡയറ്റീഷ്യൻ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. Problems situation. Dispute between food service staff and nursing staff. Page number ഒന്ന് പറഞ്ഞു കൊടുക്കോ റസീക്ക്? ഓക്കെ, അപ്പൊ പ്രോബ്ലം സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നേഴ്സിംഗ് സ്റ്റാഫ്. നമ്മൾ ഫുഡ് സർവീസ് സ്റ്റാഫുകളും അതേപോലെ നേഴ്സിംഗ് സ്റ്റാഫുകളും തമ്മിൽ എന്തെങ്കിലും തർക്കം വരാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ആ കംപ്ലൈൻസ് പരിഹരിക്കേണ്ടതായിട്ട് വരും. ആരാ? ഡയറ്റീഷ്യൻ ആണ് കംപ്ലൈൻസ് പരിഹരിക്കണം. Then complaints against the department with regard to the quality of the food. നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഫുഡിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു വിചാരിക്കുക, നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഫുഡ് എന്തെങ്കിലും കംപ്ലൈന്റ്സോ അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ കംപ്ലൈന്റ് വരും, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും കംപ്ലൈന്റ് വരും. അപ്പൊ ആ കംപ്ലൈന്റ്സ് പരിഹരിക്കണം. ഓക്കെ, reveal the theft and robbery in the department. നമുക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതിൽ നിന്ന് മോഷണം പോയി അല്ലെങ്കിൽ കളവ് സംഭവിച്ചു, കവർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം കണ്ടെത്തണം നമ്മള്. ഇങ്ങനെ കളവ് റിപ്പീറ്റ് ആയിട്ട് സംഭവിക്കുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അത് നഷ്ടമാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ റോബറീസ് അല്ലെങ്കിൽ തെഫ്റ്റ് സംഭവിച്ചിട്ടുള്ളത് അതിന് പരിഹാരം കണ്ടെത്തണം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ്, അതെങ്ങനെയാണ് കളവ് സംഭവിച്ചത്, ആരാണ് അതിന് ഉത്തരവാദി എന്നുള്ളത് കണ്ടുപിടിക്കുകയും അവർക്ക് എന്ത് കൊടുക്കണം? പണിഷ്മെന്റ്സും കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ബിഗ് ഫ്രോഡ് ക്യാൻ ബി ഒക്കേഴ്സ് ഇൻ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ വലിയ ഫ്രോഡുകൾ വല്ല എമൗണ്ടിലോ ക്വാളിറ്റിയിലോ അങ്ങനെ എന്തെങ്കിലും ഫ്രോഡുകൾ കണ്ടെത്തുകയാണെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട്. അതേപോലെ തന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ അറേസ് ചെയ്യുന്ന ഗാർബേജ് വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? നശിപ്പിച്ച് കളയണം. ഡിസ്പോസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മള് പ്രോബ്ലംസ് ആണ് പറഞ്ഞത്. എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഫുഡ് സർവീസ് സ്റ്റാഫുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്? എനിക്ക് തോന്നുന്നു മോനെ 47 or 48 ആണ് പേജ് നമ്പർ. അതൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഡിസ്പ്യൂട്ട് നമ്മൾ പറഞ്ഞത് ഫുഡിന് അല്ലെങ്കിൽ ഫുഡ് സർവീസ് സ്റ്റാഫും നേഴ്സിംഗ് സ്റ്റാഫും തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതേപോലെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ട്, നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതേപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് റോബറീസോ മോഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണ്, തെഫ്റ്റ് കളവോ മോഷണങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അതും പരിഹരിക്കേണ്ടി വരും.
അതേപോലെ ബിഗ് ഫ്രോഡ്സുകൾ, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഇതേപോലെ കണക്കുകളിലോ കാര്യങ്ങളിലോ ഒക്കെ ഫ്രോഡുകൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ അതും പരിഹരിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്, നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവില്ലേ, ആ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം. ഓക്കെ, the policies and procedures that can be applied in dietary. നമ്മുടെ ഡയറ്ററിയിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് പോളിസീസ്, കുറച്ച് നയങ്ങളുണ്ട്, കുറച്ച് പോളിസീസ് ഉണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അത് എന്തെല്ലാമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. Okay, dietitian is liable for quality and quantity of the food items. നമ്മൾ ഡയറ്റീഷ്യൻ ആണ് എന്തിനുള്ള ഉത്തരവാദിത്തമുള്ളത്, എന്തിനുള്ള ബാധ്യസ്ഥനാണ്, നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്, നല്ല ക്വാണ്ടിറ്റി, ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ് ആ ഫുഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെലിവറി ചെയ്യണമെന്നുള്ളത് ഉറപ്പുവരുത്തണം. നല്ല ക്വാളിറ്റി ഫുഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തണം. The power of emergency purchase should be given to the officer in charge. നമ്മുടെ ഇവിടുത്തെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ നിന്ന് ചാർജിനായിരിക്കും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാനുള്ള, അല്ലെങ്കിൽ എമർജൻസി പർച്ചേസ് ഒക്കെ വരില്ലേ, അർജന്റ് ആയിട്ട് നമുക്ക് എന്താണ് കുറച്ച് ചിലപ്പോൾ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യം വരും. അങ്ങനെ എമർജൻസി പർച്ചേസ് ആണെങ്കിൽ നമുക്കത് സാധാരണ റിക്വസ്റ്റ് ഒക്കെ കൊടുത്ത് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. എമർജൻസി ആയിട്ട് നമുക്ക് ആ ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ എമർജൻസി പർച്ചേസ് ഒക്കെ ചെയ്യാനുള്ള പവർ ആർക്കാണ്, ഓഫീസർ ഇൻ ചാർജിനായിരിക്കും. A team consisting of 3 to 4 members should be at the food items received. നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഫുഡ് ഐറ്റംസ് നമുക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരും. അപ്പൊ ഈ ഫുഡ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പരിശോധിക്കണം. കറക്റ്റ് ആയിട്ട് എല്ലാ ഐറ്റംസ് ഉണ്ട്, അതേപോലെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒന്നും വ്യത്യാസമില്ലാന്ന് 3 മുതൽ 4 പേരുള്ള ഒരു കമ്മിറ്റി അല്ലെങ്കിൽ കുറച്ച് മെമ്പേഴ്സ് അത് പരിശോധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മളത് കയറ്റാനായിട്ട്. നമ്മൾ കൺഫേം ചെയ്യണം. എവറിത്തിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻ. നമ്മളെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ കുക്കൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്, നമ്മൾക്കറിയാം. നമ്മുടെ വീട്ടിലെ അടുക്കള നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത്ര പെർഫെക്റ്റ് ആയിട്ട് അത്ര വൃത്തിയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യണേ അല്ലെ. അവിടെ നിന്നും മറ്റു ഇൻഫെക്ഷൻസ് ഒന്നും ആർക്കും വരരുത്. അതേപോലെ തന്നെയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റും, അവിടെയും നല്ല രീതിയിൽ വേണം നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ. അല്ലാതെ മലിനമായ ഒരു ഏരിയയിൽ നമ്മൾ ഒരിക്കലും പാചകം ചെയ്യാൻ പാടില്ല. നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. Then proper sanitization and cleanliness that include prevent control measures should be noticed. അപ്പൊ നമുക്ക് ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ക്ലീനിങ്ങും സാനിറ്റൈസേഷനും ഒക്കെ പ്രോപ്പർ ആയിട്ട് വേണം. അല്ലാത്ത പക്ഷം ഫുഡ് ഐറ്റംസ് ആണല്ലോ. അപ്പൊ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എലിശല്യം വരാനുള്ള ചാൻസ് ഉണ്ട്. എലി, പാറ്റ, അതേപോലത്തെ ഫുഡ് നമ്മളിപ്പോ പാചകം ചെയ്ത് പോരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അത് ക്ലീൻ ആണ്, പക്ഷെ അവിടെ ഈ പറഞ്ഞിട്ടുള്ള ചില വേസ്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ എലികളൊക്കെ വന്ന് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുവഴി എന്ത് ചാൻസ് ഉണ്ട്, നമ്മുടെ കാറ്റ് വഴി പകരുന്ന അസുഖം എന്താണ്, എലിപ്പനിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സ്റ്റെപ്സ് എടുക്കണം. നമുക്കറിയാം ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എലിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൺട്രോൾ മെഷേഴ്സും കൂടി നമ്മൾ എടുക്കണം. സൂപ്പർവൈസറി സ്റ്റാഫ് ഷുഡ് ബി റെഡി in patient kitchen throughout all the working hours. നമുക്കൊരു സൂപ്പർവൈസറി സ്റ്റാഫ് വേണം. കിച്ചണിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഒന്ന് നോക്കി അവരൊക്കെ ചെയ്യുന്നുണ്ടോ, ജോബൊക്കെ ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത് എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് വേണം. ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. അങ്ങനെയാണെങ്കിൽ മാത്രം, അതേപോലെ തന്നെ ഓരോരുത്തരും ചെയ്യേണ്ട വർക്ക് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. അവർ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. ദ വാർഡ് ഷുഡ് ബി വിസിറ്റഡ് ബൈ ഡയറ്റീഷ്യൻ എവറി ഡേ. ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും നമ്മുടെ വാർഡ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്യണം. സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻ. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട സർവീസ് ടൈം ഉണ്ടല്ലോ, അത് അവിടെ എന്ത് ചെയ്യണം, ഇത്ര മുതൽ ഇത്ര മണി വരെയാണ് നമ്മൾ ലഞ്ച്, ഇത്ര മുതൽ ഇത്ര മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ് സ്നാക്സ് കൊടുക്കുന്നത്. ടീ ടൈം ഇന്നതാണ്, അതേപോലെ തന്നെ ഡിന്നർ ഈ ടൈമിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പറയണം, കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഡിറ്റർമിൻ ചെയ്ത് വെക്കണം. നേഴ്സ് ഷുഡ് എക്സാമിൻ ആൻഡ് ഓവർസീ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മീൽസ് ഇൻ ദ വാർഡ്.
നമുക്ക് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മീൽസ് എവിടേക്ക് വരാറുണ്ട്, വാർഡുകളിലേക്ക് വരാറുണ്ട്. അപ്പൊ വാർഡിൽ മീൽസ് കൊടുക്കുമ്പോൾ അവിടുത്തെ നേഴ്സ് ഇൻചാർജ് എന്ത് ചെയ്യണം, കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടാണ് പോകുന്നത് പരിശോധിച്ചിട്ട് ഒരു മേൽനോട്ടം കൊടുക്കണം. അവർ കഴിക്കുന്ന ഫുഡിനൊക്കെ ഒരു എല്ലാവർക്കും ഫുഡൊക്കെ സപ്ലൈ ആയിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ടാണോ, അവരുടെ ഡയറ്റീഷ്യൻ പറഞ്ഞ രീതിയിലുള്ള ഫുഡാണോ അവർക്ക് എവിടെ നിന്ന് വന്നിരിക്കുന്നത്, കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്നതെന്നും കൂടി ഉറപ്പ് വരുത്തണം. ഇത്രയുമാണ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. പ്രോബ്ലംസ് situation, then policies and procedures that can be applied in dietary department. ഒന്ന് വായിച്ചു നോക്ക്. സോറി, മ്യൂട്ട് ആയിരുന്നു. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കേ. ഓക്കെ, വായിച്ചു നോക്കി എല്ലാവരും. എന്താ മക്കളെ, പ്രതികരണം ഒന്നുമില്ലല്ലോ. എല്ലാരും വായിച്ചു നോക്കിയാ? ഓക്കെ, കുറച്ചുകൂടി ഉണ്ട്, ഒന്ന് വേഗം വായിച്ചോ കേട്ടാ. പോളിസിസിലെ സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടി പറയണം. അതില്ലേ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. എമർജൻസി ആയിട്ട് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് തീർന്നു പോയി, പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് തീർന്നു പോയി, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി, നമുക്കത് എമർജൻസി ആയിട്ട് വേണം. അല്ലെങ്കിൽ സാധാരണ ഡയറ്റീഷ്യൻ കൊടുക്കാറുള്ള പ്ലാനിലുള്ള ഐറ്റം അല്ല, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഈ പ്രാവശ്യം ഒരു പേഷ്യന്റിന്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുന്ന ഐറ്റംസ് ഉണ്ടാവില്ല, എമർജൻസി ആയിട്ട് നമുക്ക് ആവശ്യം വരുന്ന ഐറ്റംസ്. അപ്പൊ എമർജൻസി പർച്ചേസുകൾ ചെയ്യാനായിട്ട് അവിടുത്തെ ഓഫീസർ ഇൻചാർജിന് അതെന്ത് ചെയ്യാ, ഏൽപ്പിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. മനസ്സിലായ വർഷ? ഓക്കേടാ. ഞാൻ ഇന്ന് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാണ്. ഞാൻ ഇത്രയും നാളെടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാണ്. അപ്പോ കുറച്ച് ഒരു അഭിപ്രായം കൂടി ചോദിക്കണമെന്നുണ്ട് എനിക്ക് നിങ്ങളോട്. ഞാനെടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നോ? ഇത്തിരി സ്പീഡപ്പ് ഒക്കെ ആയിട്ടാണ് എടുത്തത്, എന്നാലും മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ക്ലിയർ ഒക്കെ അല്ല എല്ലാവർക്കും? റിവിഷൻ എന്ന രീതിയിലല്ല, നിങ്ങൾക്ക് ഇപ്പൊ ഒരു എക്സാം വരാൻ ആയി നിങ്ങൾക്കറിയാം, പോർഷൻസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാന്ന് നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഞാനൊന്ന് എടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഒരു നിമിഷം ഒന്ന് റിവൈസ് ചെയ്യാണ്. എന്റെ പോർഷൻസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എനിക്ക് അലോക്കേറ്റ് ചെയ്ത പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും എടുക്കണമെങ്കിൽ അത് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ബാക്കി ഷെറീനാമിസിന്റെ ഒക്കെ പോർഷൻസ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പം അല്ല, ഫസ്റ്റ് ടു ലാസ്റ്റ് ഇപ്പൊ ഞാൻ എടുത്ത് നിർത്തിയ വരെ നമ്മൾ ഡയറ്ററി വരെയാണ്. ചുമ്മാ ഒന്ന് പറയാണ് സിമ്പിൾ ആയിട്ട്. ഇനി നിങ്ങളോട് കാര്യങ്ങൾ എനിക്ക് ഇമ്പോർട്ടന്റ് എന്തൊക്കെയാന്ന് പറയാൻ സമയം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏകദേശം അതേപോലെ തന്നെ ഒന്ന് റിവിഷൻ പോലെ പറയാം കേട്ടോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്ലാസ് ആയിരുന്നു എന്റെ ഇൻട്രൊഡക്ഷൻ. ഞാൻ എടുത്ത ഓർമ്മയുണ്ടോ? അപ്പൊ അതിൽ നമ്മൾ മോക്ക് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ്, അധികം ക്വസ്റ്റ്യൻസ് ഇല്ല എന്നാലും ഒരു 5 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് മോക്ക് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ റെഫർ ചെയ്യാം. ദെൻ അടുത്ത ദിവസം എടുത്തത് ഹിസ്റ്ററി ഓഫ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. സോ ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്യാം, ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതൊന്ന് ഉറപ്പ് വരുത്താൻ പറ്റുമായിരുന്നു. ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. WHO സ്റ്റാൻഡ്സ് ഫോർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയാലോ? വേൾഡ്
ഓർഗനൈസേഷൻ. ഓക്കെ. പിന്നെ ഓക്കെ, വേറൊരെണ്ണം. The hospitals are not just seen as healing center, but also a place that actually promote that. നമ്മളൊരു ഹീലിംഗ് ഹെൽപ്ഫുൾ ലിവിങ്. ലിവിങ് ഓർമ്മയില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക്? നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കാറുണ്ടോ? യെസ് മാം. വളരെ നല്ലതാണ്. അപ്പൊ അതൊക്കെ വെച്ച് നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ഒന്ന് റെഫർ ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും ചെയ്യാറുണ്ട്. ഓക്കെ, നല്ല കുട്ടികളാണ് നിങ്ങള്. അപ്പൊ അത് തന്നെ ഒന്ന് റിവൈസ് ചെയ്താൽ ഞാനും എന്റെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എടുത്ത ചാപ്റ്റർ ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ഹിപ്പോക്രാറ്റ്സ്. Then who is the first Indian physician? Andrea. Andrea. Okay. Who is the father of Ayurveda? Sharaka. Who is the father of surgery? Sushruta. Where the first medical college established in India? Chennai. Chennai. അല്ല, കൊൽക്കത്ത. ചെന്നൈയിലൊക്കെ ഉണ്ട് മെഡിക്കൽ കോളേജ്. Sorry ma'am. Kolkata, 1935. Sorry, 85. പിന്നെ നമ്മൾ എടുത്ത ചാപ്റ്റർ ആണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മുടെ ഈ മൊഡ്യൂള് 1-നും 2-നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ടൈപ്പ് ചാപ്റ്റർ ആണ്. കൂടുതൽ ഭയങ്കര ലെങ്തി ചാപ്റ്റർ അല്ലേ? അപ്പൊ നല്ല രീതിയിൽ അത് പഠിക്കണം. മോക്ക് ടെസ്റ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നല്ല രീതിയിൽ നമ്മളത് കവർ ചെയ്യാം കേട്ടോ. നോക്കിയേ, Dash is the branch of medical specialty that deals with the diagnosis and treatment of diseases of lungs or respiratory system. Respiratory system. Pulmonology. Okay. Then, which department offer a wide range of body healing therapy? ബോഡി ഹീൽ ചെയ്യുന്ന രീതിയിലുള്ള തെറാപ്പീസ് കൊടുക്കുന്നത്, വല്ല സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുമെന്നൊക്കെ പഠിച്ചല്ലോ. Physiotherapy. ബാക്കി നിങ്ങൾ മോക്ക് ടെസ്റ്റിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് റെഫർ ചെയ്തൊക്കെ നോക്കാം കേട്ടോ. ബാക്കി നല്ല രീതിയിലൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞാൻ എടുത്ത ചാപ്റ്റർ CSST അല്ലേ? സെൻട്രൽ CSSTയുടെ ഫുൾ ഫോം? Center Sterlite Supply Unit. Sterlite Supply ഡിപ്പാർട്ട്മെന്റ് ആണ്. എത്ര ഫങ്ഷണൽ ഏരിയാസ് ഉണ്ട് CSSTക്ക്? 6. ഓക്കെ, 6. പിന്നെന്താ? Which of the following comes under chemical gas sterilization എന്ന് ചോദിച്ചിട്ട് ഓട്ടോക്ലേവിംഗ് ഉണ്ട്, ETO ഉണ്ട്, ഫ്ലാഷ് സ്റ്റെറിലൈസർ ഉണ്ട്, ഓൾ ഓഫ് ദ എബോവ് ഉണ്ട്. ഏതിലാണ്? Autoclaving. All of them. ഓട്ടോക്ലേവിംഗോ? ഒന്നുകൂടെ പറയൂ. Which of the following comes under chemical gas sterilization? Chemical Ethane oxide. അത് ETO എന്നാണ് ഞാനൊരു ഷോർട്ട് ഫോം കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കും ഞാൻ ഫുൾ ഫോം തന്നെ കൊടുക്കാൻ നോക്കാം കേട്ടോ. അല്ല, ഫുൾ ഫോം ആരുടെയും കുഴപ്പമുണ്ടാവില്ല. കഴിഞ്ഞ ദിവസമേ ഒരു കുട്ടി ചോദിച്ചൊരു ഡൗട്ടാണ്. അതിപ്പോ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ കാര്യം ചോദിക്കണം. ബയോമെഡിക്കൽ വേസ്റ്റില് BMW അത് സ്റ്റാൻഡ്സ് ഫോർ എന്ന് ചോദിച്ചിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് ആൻസർ അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലേ ആൻസർ? അത് ഇവിടെ ടെക്നിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് തോന്നുന്നു ബയോമെഡിക്കൽ വർക്കർ എന്നാണ് വന്നത് അല്ലെ? അപ്പൊ അത് നിങ്ങളൊന്ന് ഒന്നും കൂടി ചെയ്ത് നോക്കൂ. കാരണം ഞാൻ വീണ്ടും അവരോട് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് തിരുത്തി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ശരിയായോ എന്നൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അത് ശരിയായോ ഒന്ന് നോക്കണേ.
പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് CSST കാര്യം പറഞ്ഞപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ്. പിന്നെ നമ്മൾ എടുത്ത ചാപ്റ്റർ CSST കഴിഞ്ഞിട്ട് എടുത്തത് മോർച്ചറി ആയിരുന്നു അല്ലേ? മോർച്ചറി ആയിരുന്നു. മോർച്ചറി സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ അത് കവർ ചെയ്യണം. നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റും ഇത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എല്ലാം ഏകദേശം എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലോ, ഡൗട്ട് ചോദിച്ചില്ലേ? ആരായിരുന്നു അത്? ഫാത്തിമ. ബയോമെഡിക്കൽ റൂൾസ് കംസ് അണ്ടർ 2000 അല്ലേ മാം? അതിൽ 2000 ആണോ കിടക്കുന്നത്? 1998 അല്ലേ? അതെങ്ങനെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ? ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾ കംസ് ഇൻ ടു 1998 ആണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു വേറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഫസ്റ്റ് അമെൻഡ് ആയിട്ടുള്ള ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് അമെൻഡ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 2000 ആണ്. അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഒന്ന് ആൻസർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് എടുത്തത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ എത്ര ടോട്ടൽ ചാപ്റ്റേഴ്സ് എടുത്തു, അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. മാക്സിമം നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എല്ലാവരും അങ്ങനെ തന്നെ പഠിക്കണം. ടെസ്റ്റ് നല്ല രീതിയിൽ വായിക്കണം. ടെസ്റ്റ് വായിക്കണം. പിന്നെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് ഗൈഡിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ മോക്ക് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ ചോദിച്ചിരിക്കുന്നത്? ഗൈഡില് മോക്ക് ടെസ്റ്റിലൊന്നും ഗൈഡിനുള്ള ക്വസ്റ്റ്യൻസ് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോ ഞാൻ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കോഴ്സ് ചെയ്യാനായിട്ട് ടൈമും അതേപോലെ തന്നെ നമ്മൾ മണിയും നമ്മുടെ എഫേർട്ടും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ ടൈമും എഫേർട്ടും മണിയും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ അത് മാക്സിമം നിങ്ങൾ ആ ഒരു കോഴ്സ് മനസ്സിലാക്കി ചെയ്യാം. നമ്മളൊരു ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്കൊക്കെ കിട്ടി നമ്മൾ പാസ്സായി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് അവിടെ അതായിരിക്കില്ല അവർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അവര് എന്താണ് നോക്കണേന്ന് വെച്ചാല്, നിങ്ങൾ ഈ കോഴ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തറിവാണ് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയത്, കണ്ടുപിടിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അറിവാണ് ഇതിൽ നിന്ന് കിട്ടിയത്, നിങ്ങളുടെ ക്വാളിറ്റി എന്തോരം ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ ഇങ്ങനെ കോഴ്സ് ചെയ്യണല്ലോ, അപ്പൊ നമ്മുടെ എന്തോരം ക്വാളിറ്റീസ് ആ ഒരു കോഴ്സ് ചെയ്യണതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റി എന്ന് നമ്മൾ അവർ ശരിക്കും ടെസ്റ്റ് ചെയ്യും. ആ കാര്യം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ച പോർഷൻ നല്ല രീതിയിൽ എന്ത് വേണം, അതിനെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിലൊരു ധാരണ വേണം. അപ്പൊ ഞാൻ ഒരിക്കലും നിങ്ങളോട് കാണാതെ പഠിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഇതെല്ലാം കാണാപ്പാട് പഠിക്കണം എന്ന് പറയില്ല. ചില ഇയേഴ്സും ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ശരി, ഗൈഡ് മാത്രം പഠിച്ചാൽ 100% മാർക്ക് കിട്ടും എന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ? എനിക്ക് അത് എക്സാം വൈസ് നോക്കുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ പറയും. എക്സാം വൈസ് അല്ലടാ മക്കളെ, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ നമ്മളുടെ ക്വാളിറ്റി അവർ മെഷർ ചെയ്യും. നമ്മൾക്ക് എന്താണ് നമ്മളുടെ ക്വാളിറ്റി, നമുക്ക് ഈ ജോബ് ചെയ്യാനായിട്ട് എന്താണ് ഒരു ക്വാളിറ്റി, അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ പഠിക്കണം. മാർക്കിന് വേണ്ടി ചിലപ്പോൾ ഗൈഡൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഒന്നല്ല പറയുന്നത്, ഓവറോൾ ഒരു കാര്യം പറയുന്നുള്ളൂ ഞാൻ. ചിലപ്പോ നമ്മള് ഇനി ചിലപ്പോ കണ്ടില്ലെങ്കിലോ, അപ്പോ ഞാൻ ഓവറോൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ ജസ്റ്റ്. അപ്പോ എന്താണ്, അപ്പോ നിങ്ങള് പഠിക്കുകയാണ്, നമ്മൾ ടൈമൊക്കെ എഫേർട്ടൊക്കെ കൊടുത്ത് പഠിക്കുകയാണ്, നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ പഠിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്കുള്ളത്. അവരോട് സംശയങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും ഞങ്ങളുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് പറയാം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി ഇങ്ങനെ സമയം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് എന്റെ പോർഷൻ തീർന്നപ്പോ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. മോർച്ചറി എടുത്തപ്പോ ഉണ്ടായിരുന്നില്ലേ? മോർച്ചറി ഞാൻ കംപ്ലീറ്റ് ചെയ്തല്ലോ. കംപ്ലീറ്റ് ചെയ്തല്ലേ? മോർച്ചറി എടുത്താണ് കേട്ടോ.
അപ്പൊ മോനെ ആ ക്ലാസ് ഒന്ന് മിസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ക്ലാസ് കാണുക. കാരണം മോർച്ചറി നിങ്ങക്ക് മോർച്ചറി എന്നൊക്കെ പറയുമ്പോ ഒരു ബാഡ് ഒരു ഇമേജ് അല്ലേ നമുക്ക് തോന്നാണ് മോർച്ചറി എന്നൊക്കെ പറയുമ്പോ. പക്ഷെ ആ ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ ആ ചാപ്റ്റർ എടുത്തത് ഞാൻ പറഞ്ഞു, നമുക്ക് എത്ര റെസ്പെക്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആ മോർച്ചറിയിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തോരം വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും അവിടെയാണ് അവരെ കിടത്തുന്നത്. അപ്പൊ അത്രയും ഒരു മറ്റുള്ളവർക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അത് ഒരു നല്ലൊരു ചാപ്റ്റർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ചാപ്റ്റർ ആണ്. എടുത്തതില് നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു. അതൊന്നും മോൻ കേട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് വീഡിയോ ക്ലാസ് കാണണം കേട്ടോ. അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതാം. പിന്നെ ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ വാർഡാണ്. ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റൽ വാർഡിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ സൂചിപ്പിക്കുന്നുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മള് വാർഡുകൾ പോയിട്ടില്ലേ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പല ടൈപ്പ് വാർഡുകൾ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് എവിടേക്കാണ്? വാർഡുകളിലേക്കാണ്. അപ്പൊ പല വാർഡുകൾ ഉണ്ടാവും. ഇപ്പൊ ഗൈനക്കോളജി, അതേപോലെ എന്താണ് ഹോസ്പിറ്റൽ വാർഡ് മൊഡ്യൂൾ 1-ലാണോ? മൊഡ്യൂൾ 1-ലാണെന്ന് തോന്നുന്നു. അതെനിക്ക് ഒരു മിനിറ്റ്, ഞാനത് നോക്കിയിട്ടില്ല. കാരണം എനിക്ക് എന്റെ പോർഷൻ അല്ലായിരുന്നു ഇത്. അപ്പൊ ഞാൻ വേഗം ഹോസ്പിറ്റൽ വാർഡ് എടുത്തു എന്നുള്ളൂ. മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1-ലാ. മൊഡ്യൂൾ 1-ലാ. മൊഡ്യൂൾ 1 ആണ്. കാരണം ചാപ്റ്റർ 5 ഓക്കെ മൊഡ്യൂൾ 1 ആണ് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. ചാപ്റ്റർ 10 ആണ് ഹോസ്പിറ്റൽ വാർഡ്സ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ പോർഷൻ തീർന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ് ഹോസ്പിറ്റൽ വാർഡ്സ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ വാർഡ്സുകൾ കണ്ടിട്ടുണ്ട്. പല ടൈപ്പ് വാർഡുകൾ ഉണ്ടാവും. ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വാർഡ്, നമ്മള് എന്താ പറയാ പ്രസവ വാർഡ് എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള അമ്മയും കുഞ്ഞും നിൽക്കുന്നത് ഗൈനക്കോളജി വാർഡ് അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡിലൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഉള്ള പേഷ്യൻസ്. പിന്നുള്ളത് കാർഡിയാക്കിന്റെ വാർഡ് ഉണ്ടാവും. ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങളുള്ള പേഷ്യൻസിനെ നമ്മൾ പാർപ്പിക്കുന്ന കാർഡിയാക്ക് വാർഡായിരിക്കും. അതേപോലെ ഓങ്കോളജിയുടെ വാർഡ് ഉണ്ടാവും. ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ കീമോ എടുക്കുന്ന കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് നിൽക്കുന്നത് എവിടെയായിരിക്കും? ഓങ്കോളജി വാർഡിലായിരിക്കും. പിന്നെ നെഫ്രോളജി എന്ന് പറഞ്ഞ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? കിഡ്നി സംബന്ധമായ കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെ? ഓക്കെ, കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഉള്ളവര് നിൽക്കുന്ന വാർഡ് ഉണ്ടാവും. അതേപോലെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസും നമ്മളുടെ നെഫ്രോളജി വാർഡിൽ ഉണ്ടാവും. പിന്നെന്താണ്? കാർഡിയോളജി ഞാൻ കാർഡിയോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂറോളജി നമ്മള് നെർവസ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ ഉള്ള പേഷ്യൻസ് നിൽക്കുന്നതാണ്. ഒഫ്താൽമോളജി ഏതായത്? ഒഫ്താൽമോളജി നേത്രരോഗ വിഭാഗമാണ്. അപ്പൊ ഐ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർജറീസ്, തിമിര ശസ്ത്രക്രിയയൊക്കെ ചെയ്തിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ഏത് വാർഡില് ഒഫ്താൽമോളജി എന്ന് പറയുന്ന വാർഡിൽ ഉണ്ടാവുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ വാർഡുകൾ കണ്ടിട്ടുണ്ട്. അതേപോലെ മെയിൽസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വാർഡ്, കുട്ടികൾക്ക് വേണ്ടി വാർഡ്, അങ്ങനെ പല വാർഡുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഡെഫിനിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. A ward is a room in the hospital where the beds are arranged for many people. വാർഡ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, മനസ്സിലേക്ക് വന്നേ. ഒരുപാട് ഒരു റൂമില് നല്ല വൃത്തിയൊക്കെ ഉള്ള ഒരു റൂമില് ഒരുപാട് ബെഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്ത്? വാർഡ് എന്നുള്ളത് കേട്ടോ. നോക്കട്ടെ ഞാൻ വാർഡുകളുടെ ഇമേജസ് ഉണ്ടെങ്കിൽ. ഇതൊക്കെ അത്യാവശ്യം നല്ല ഓക്കെ. ഇതൊരു വാർഡാണ്. ഓക്കെ, ഇതേപോലെ ബെഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റൂമിനെയാണ് നമ്മൾ മൊത്തമായിട്ട് എന്ത് പറയും? വാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓഫ്റ്റൻ ദ പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ്. സാധാരണ രീതിയിൽ സിമിലർ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള പേഷ്യൻസിനെയാണ് സാധാരണ രീതിയിൽ നമ്മൾ എവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കാറ്? വാർഡുകളിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാറ്.
who need similar treatment. Stay can be long term or short term, depending upon the severity of their condition. അവരുടെ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടായിരിക്കും നമ്മള് പേഷ്യൻസ് ലോങ് സ്റ്റേ ആയിട്ടാണ് കുറെ നാള് വാർഡുകളിൽ നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളോ വാർഡുകളിൽ നിർത്തുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് എങ്ങനെയാണ്? നമ്മള് അവരുടെ അസുഖത്തിന്റെ തീവ്രത നോക്കിയിട്ടാണ്. അപ്പൊ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് നാള് കൂടുതൽ നമ്മൾ എന്ത് പറയും നമ്മുടെ വാർഡിൽ നിർത്താറുണ്ട് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ പെട്ടെന്ന് അസുഖം മാറാണെങ്കിൽ നമ്മൾ അവരെന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു അവരെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമ്മള് അസുഖം മാറി പൂർണ്ണ ആരോഗ്യവാനായിട്ടായിരിക്കും വാർഡിൽ നിന്ന് വിടാറ്. ഓക്കെ, then the purpose of hospital ward. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഹോസ്പിറ്റൽ വാർഡ് യൂസ് ചെയ്യുന്നത് പറയുന്നത്? നമ്മളിപ്പോ ഹോസ്പിറ്റൽ വാർഡിൽ അഡ്മിറ്റ് ആവേണ്ട സിറ്റുവേഷൻസ് ഒക്കെയാണ് പറയുന്നത് കേട്ടോ. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, നമ്മുടെ രോഗനിർണയം അല്ലെങ്കിൽ എന്താണ് രോഗം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. നമ്മുടെ പേഷ്യൻസിന് ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ ഡോക്ടർ പറയുന്ന ഒരു ഉപദേശമാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, അഡ്മിറ്റ് ആവുക, എന്നിട്ട് ടെമ്പറേച്ചർ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ടെമ്പറേച്ചറിലെ പനിയല്ലേ എന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പനി എന്ന് പറയുന്നത് ശരിക്കും ഒരു അസുഖം അല്ല, ഒരു അസുഖത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ അത് എങ്ങനത്തെ ടൈപ്പ് ഫീവർ ആണ് ആ പേഷ്യന്റ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏത് ടൈപ്പ് ഫീവർ ആണ്? റിക്കറിംഗ് ആണോ? ഇത്ര ടൈം കൂടുമ്പോഴാണ് ഫീവർ വരുന്നത്? ഷിവറിംഗ് ഉണ്ടോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറയാറ്? അഡ്മിറ്റ് ആവാൻ പറയാറ്. അപ്പൊ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് നമ്മളോട് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാൻ പറയാറുണ്ട്? അഡ്മിറ്റ് ആവാൻ പറയാറുണ്ട്. നെക്സ്റ്റ് ആണ് പ്രൊമോട്ടിംഗ് ഹെൽത്ത്. അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, പേഷ്യൻസിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് വാർഡിൽ എന്ത് ചെയ്യാൻ പറയുന്നത്? അഡ്മിറ്റ് ആവാനായിട്ട് പറയാറ്. ദെൻ ടീച്ചിങ് ആ പറയുന്നേ. ഈ ടീച്ചിങ് പറഞ്ഞപ്പോ എനിക്കൊരു സിനിമ ഓർമ്മ വന്നിട്ടാ. അയാള് ഞാനും തമ്മിൽ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ, അതില് നമ്മൾ പൃഥ്വിരാജ് ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പ്രാക്ടിക്കൽ സെഷൻ അല്ലെങ്കിൽ എന്താണ് വാർഡിൽ ഒരു പേഷ്യന്റിനെ പരിശോധിക്കുന്ന പോലത്തെ ഒരു സീൻ ഉണ്ട്. ആരാണ് ആ പരിശോധിക്കുന്ന പേഷ്യന്റ്? എന്താണ് അദ്ദേഹത്തിന്റെ അസുഖം എന്ന് കണ്ടുപിടിക്കാൻ? അതെ, സലീം കുമാറിനെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയുന്ന ഒരു സീൻ. അപ്പൊ അതിന് സലീം കുമാർ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നതാണ് എന്റെ അസുഖം എന്ന് പറഞ്ഞോളാൻ പറഞ്ഞ് സലീം കുമാർ ഹെൽപ്പ് ചെയ്തിട്ടാണ് അതിൽ അദ്ദേഹം ഒരു ഡോക്ടറായിട്ട് മാറിയത്. പക്ഷെ അദ്ദേഹം നല്ലൊരു ഡോക്ടർ ആയോ എന്ന്? ഇല്ല. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസോട് കൂടിയാണ് അദ്ദേഹം ഡോക്ടറായിട്ട് കാണിക്കുന്നത് അതില്. അപ്പൊ ടീച്ചിങ് പർപ്പസിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് നമ്മൾ ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? വാർഡുകളിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട് ടീച്ചിങ് പർപ്പസിന്. അത് ക്ലിയർ ആയോ? ആ പോയിന്റ് ഇവിടെ എന്താണ് ടീച്ചിങ് വന്നതെന്ന് ചോദിക്കില്ലേ? ആ ഒരു പോയിന്റ് ക്ലിയർ ആയോ? മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ അങ്ങനല്ലേ? ആ മെഡിക്കൽ കോളേജിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. മെഡിക്കൽ കോളേജിൽ നമ്മൾ പേഷ്യൻസിനെ ഒരു ടീച്ചിങ് മെറ്റീരിയൽ ആയിട്ട് തന്നെ കാണാറുണ്ട്. ഓക്കെ, സിനിമയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ മെഡിക്കൽ കോളേജിലെ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മള് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് അവർക്ക് എന്താണ് അസുഖം എന്നുള്ളത് നമ്മളുടെ ആരാണ് ജൂനിയർ ഡോക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ PG സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ പരിശോധിച്ചത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് പറയാറുണ്ട്. ജസ്റ്റ് ഒരു ടീച്ചിങ് മെറ്റീരിയൽ പോലെ നമ്മുടെ പേഷ്യൻസിനെ അല്ലെങ്കിൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ ടീച്ചിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞാൽ ഗവേഷണം. ഇപ്പൊ ഓരോ പേഷ്യൻസും പല ടൈപ്പ് അസുഖങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മള് പേഷ്യൻസിന്റെ പഠനം നടത്താണ്. നമ്മള് ബ്ലഡ് ക്യാൻസറിനൊക്കെ ഒരുപാട് ഇതേപോലത്തെ റിസർച്ച് ചെയ്തിട്ട് പ്ലാസ്മ ട്രീറ്റ്മെന്റ് അങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടുപിടിച്ചത് ഇതിൽ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടാണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് വാർഡുകളിൽ ക്യാൻസർ വാർഡുകളിൽ റിസർച്ച് നടത്തിയിട്ടാണ്. ഇതേപോലെ മെഡിസിൻസ് ഒക്കെ നമ്മൾ കൊടുത്തു കൊടുക്കുമ്പോൾ അങ്ങനെ റിസർച്ചുകളൊക്കെ ചെയ്യാറുണ്ട്. ഇനി റെൻഡറിംഗ് പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു ദ പേഷ്യൻസ്. നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് കെയർ കൊടുക്കുക, മെഡിക്കൽ കെയർ കൊടുക്കുക. നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുക, പേഷ്യൻസിന് കൊടുക്കുക. Provide necessary equipments, essential drugs, all other stored requirements
ഫോർ ദ പേഷ്യന്റ് കെയർ ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ. നമ്മുടെ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ കൊടുക്കുക. നമ്മളിപ്പോ ഈ വാർഡിൽ കാണുമ്പോൾ നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ അത്യാവശ്യം എക്യുപ്മെന്റ്സ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. എനിക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിലൊരു അറ്റ്മോസ്ഫിയർ ആണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നുണ്ട്. അപ്പൊ നല്ല എക്യുപ്മെന്റ്സ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഡ്രഗ്സ് നമ്മുടെ വാർഡിലേക്ക് എമർജൻസി ആയിട്ടുള്ള ഡ്രഗ്സ് ഉദ്ദേശിച്ചത് മെഡിസിൻസ് ആണ്. എമർജൻസി മെഡിസിൻസ് ഒക്കെ അവിടെ കൊണ്ട് കൊടുക്കുക. അവിടെ സപ്ലൈ വേണം. അതേപോലെ എന്തെങ്കിലും സ്റ്റോർസ് റിക്വയർമെന്റ്സ് വേണം. CSST എന്നുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ എന്ത് എക്യുപ്മെന്റ്സ് ആയാലും എമർജൻസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ ഡ്രഗ്സും എല്ലാ മെഡിസിൻസും എവിടെ അവൈലബിൾ ആയിരിക്കണം? നമ്മുടെ വാർഡിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഈ പറയുന്നത് കോൺസിക്വന്റ് ഓഫ് വാർഡ് സ്പേസ്. നമ്മുടെ വാർഡ് സ്പേസിന്റെ ഘടനകളാണ് പറയുന്നത്, കമ്പോണൻസ് ആണ് പറയുന്നത്. നമ്മുടെ വാർഡില് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവും. എന്താണ് പറയുന്നത്? പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവും. പേഷ്യൻസിന് കിടക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ കണ്ടില്ലേ നമ്മള് റൂമുകൾ, അതേപോലെ ബെഡ്, ടേബിള്, അങ്ങനെ ഒരു പേഷ്യന്റിന് ആവശ്യമുള്ള ഐറ്റംസ് ഉള്ള ഒരു പേഷ്യന്റ് സ്പേസ് ഉണ്ടാവും. അതേപോലെ തന്നെ അടുത്ത സ്പേസ് നേഴ്സിംഗ് സ്പേസ് ആണ്. അവിടുത്തെ നേഴ്സുകൾക്ക് ഒരു ക്യാബിൻ ഉണ്ടാവും. ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്ന ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഒരു വാർഡില് ഒരു സിസേറിയൻ വാർഡായിരുന്നു. എന്റെ സിസേറിയനായിരുന്നു, അപ്പൊ അത് സിസേഷൻ ആയിരുന്നു. സോ സിസേറിയൻ വാർഡ് എന്നാണ് അതിന്റെ വാർഡിന്റെ പേര് ഞങ്ങളുടെ ഹോസ്പിറ്റലില്. അപ്പൊ ഞാൻ ആ വാർഡില് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഞങ്ങളുടെ വാർഡിന്റെ അകത്ത് തന്നെ നേഴ്സിംഗിന് വേണ്ടിയിട്ട് നേഴ്സിംഗ് സ്പേസ് അല്ല, നേഴ്സിംഗ് റൂം എന്ന് പറഞ്ഞിട്ട് റൂം. ആ റൂമില് നേഴ്സുകൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ മെഡിസിൻസും എല്ലാ എക്യുപ്മെന്റ്സും എല്ലാം നോക്കുന്ന എക്യുപ്മെന്റ്സ്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ NICയുടെ യൂണിറ്റ്, ചെറിയൊരു യൂണിറ്റ്, കുട്ടികളെയൊക്കെ നമ്മള് എന്താ പറയാ NICയിൽ എടുത്തൂല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ് ഒക്കെ എല്ലാവരും ആ വാർഡിന്റെ അകത്ത് തന്നെയുണ്ട്. നമുക്ക് വേറെ ഡിഫിക്കൽറ്റി ഒന്നുമില്ല വേറൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ NICയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കുട്ടീനെ കൊണ്ടുപോകണം, നമ്മുടെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റണം എന്നുള്ള ആ ഡിഫിക്കൽറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കത് ഭയങ്കര കംഫർട്ടാണ്. കാരണം ഏത് രാത്രി അല്ലെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണ്. കാരണം ആദ്യമായിട്ടൊക്കെ അമ്മയാവുന്ന അമ്മമാർക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പോ നമ്മുടെ തൊട്ടടുത്ത് നേഴ്സിന്റെ അസിസ്റ്റൻസ് ഉണ്ട്, നേഴ്സിംഗ് റൂം ഉണ്ട്. 24 hours നേഴ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. നേഴ്സിംഗ് സ്പേസിൽ അവർക്ക് കിടക്കാനുള്ള ഒരു ബെഡ് ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ ഉള്ള സിസ്റ്റേഴ്സ് നമ്മളിപ്പോ കുട്ടികളൊക്കെ ഉറങ്ങിയില്ല അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഏത് സമയത്ത് നമ്മൾ ചെന്നാലും നമ്മുടെ കുട്ടികളാണല്ലോ, കുഞ്ഞു കുട്ടികൾ, ജനിച്ച കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇപ്പൊ ഒരു എന്താ പറയാ പെട്ടെന്ന് ഷുഗർ ഒക്കെ ലോ ആയോ എന്നൊക്കെ എപ്പോഴും വന്ന് അവർ ചെക്ക് ചെയ്യും. കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ തരും, നമുക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ അവിടെ നിന്ന് തന്നെ തരാണ്. അപ്പൊ നേഴ്സിംഗ് സ്പേസ് ഉണ്ടാവും സാധാരണ വാർഡുകളിൽ. വാർഡിന്റെ അകത്ത് പേഷ്യൻസിനുള്ള സ്പേസ് കൂടാതെ നേഴ്സിംഗ് സ്പേസുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കോറിഡോർ ആണ് പറയുന്നത്, ഇടനാഴികള്. നമ്മള് ശരിക്കും പറഞ്ഞ പേഷ്യൻസിന് എപ്പോഴും റൂമില് അല്ലെങ്കിൽ ബെഡിൽ കിടക്കണം അത്ര താല്പര്യമുള്ള ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും ഓടിച്ചാടി നടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളതാണ്. അപ്പോ ഇടനാഴികൾ ഉണ്ടെങ്കിൽ കുറച്ചു നേരം നമുക്ക് എന്ത് ചെയ്യാനുള്ള, നടക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അതേപോലെ നമുക്ക് വിസിറ്റേഴ്സിനൊക്കെ ഒന്ന് കാണാനോ, വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഒന്ന് ചെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇടനാഴിയിലൊക്കെ ചെന്നാല് നമുക്ക് കാണാനും അവരോട് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഇതേപോലെ കോറിഡോറൊക്കെ. അപ്പൊ അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ താഴത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. എനിക്ക് ആദ്യമൊന്നും പോയില്ല, കൊച്ചൊക്കെ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ചുമ്മാ വിസിറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അന്ന് എന്നോട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് സിസേറിയൻ ആയതുകൊണ്ട് നന്നായിട്ട് നടക്കണത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വാർഡ് തന്നെ വലുതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാർഡാണ്, വാർഡിൽ തന്നെ നടന്നത്. പിന്നെ ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടൊക്കെ വരും. അപ്പൊ അത് പേഷ്യൻസിന്, എല്ലാത്തരമായിട്ട് പേഷ്യൻസിനും അതൊരു ആശ്വാസമാണ്. കുറച്ചു നേരം നമുക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് അവിടെ നടക്കാനും ഒരു ബെഞ്ചൊക്കെ ഇടുകയാണെങ്കിൽ പുറത്തൊക്കെ പോയി ഇരിക്കാനൊക്കെ ഉള്ളൊരു നല്ല സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് വാർഡ് ആണ്. ജനറൽ വാർഡ്സ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് വാർഡ്സ്. രണ്ട് ടൈപ്പ് വാർഡ്സ് ഉണ്ട്, ജനറൽ വാർഡ്സും സ്പെഷ്യലൈസ്ഡ് വാർഡ്സും. ജനറൽ വാർഡ്സ് ആണ് നമ്മൾ ഇപ്പോ കുട്ടികളുടെ വാർഡ്, സ്ത്രീകളുടെ വാർഡ്, അതേപോലെ പുരുഷന്മാരുടെ വാർഡ് എന്നൊക്കെ പറഞ്ഞ ജനറൽ വാർഡ്സുകൾ. അതേപോലെ സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ആണ് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഉണ്ടായിരുന്നല്ലോ, ഗൈനക്കോളജി ആൻഡ് മെറ്റർണിറ്റി വാർഡ്, അതേപോലെ തന്നെ
മെന്റൽ പേഷ്യന്റിന്റെ വാർഡ്. ഓക്കെ, അല്ലാതെ ഞാൻ മാർക്ക് ഒരു മിസ്റ്റേക്ക് കണ്ടു, അത് ഒന്ന് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഗൈനക്കോളജി ആൻഡ് മെറ്റർനിറ്റി വാർഡ്, ഓങ്കോളജി, മെഡിസിൻ ആൻഡ് സർജറി വാർഡ്, നെഫ്രോളജി, ഡയാലിസിസ് വാർഡ്. ദെൻ പറയുന്നത് അടുത്ത പോയിന്റ് ആണ് കാർഡിയോളജി. ഞാനിപ്പോ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാണാൻ പറ്റുന്നുണ്ടോ? കാർഡിയോളജി ആൻഡ് CTVS എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അത് രണ്ടാമത്തെ നാലാമത്തെ പോയിന്റ് ആണ് കേട്ടോ. അതൊന്ന് എഡിറ്റ് ചെയ്തേക്ക്. CTV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയോ, സ്പെല്ലിംഗ് അയക്കാം കേട്ടോ. സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്ത് അയക്കാം. ഫുൾ ഫോം ഒന്നും ഇല്ല, നമുക്ക് പറഞ്ഞിട്ടില്ല അവര്. സോ നമ്മള് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെല്ലിംഗ് അയക്കാം, ടൈപ്പ് ചെയ്ത് അയക്കാവേ. കാർഡിയോ, 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 and vascular surgery. Vascular surgery. ഒരു മിനിറ്റ്. vascular surgery. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതി കാണിക്കുന്നുണ്ടോ? അങ്ങനെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഞാനതൊന്ന് മാറ്റാൻ പറയാം കേട്ടോ. ഇപ്പൊ ഞാൻ ഈ അയച്ചിരിക്കുന്ന CTVS ഫുൾ ഫോം ഒന്ന് എഴുതിയെടുക്കേ. ഞാൻ അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊന്ന് പറയാട്ടത്. ഇതൊരു പ്രശ്നമാണ്, നോക്കട്ടെ കേട്ടോ. നോ ക്യാപ്ഷൻ ഒന്ന് നോക്കട്ടെ. ഓക്കെ, ശരിയായി. അപ്പൊ അത് മാറിയിട്ടുണ്ട് കേട്ടോ. ചാപ്റ്റർ സാവിയ മുമ്പ് ഇപ്പൊ വന്നോളാടാ. ചാപ്റ്റർ 10 മൊഡ്യൂൾ 1 ചാപ്റ്റർ 10 ആണ് എടുക്കണേ. ഓക്കെ, ദെൻ ന്യൂറോളജി വാർഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിസിൻസ്, സർജറി റിലേറ്റഡ് ആയിട്ട് നെർവസ് സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു വാർഡാണ് ന്യൂറോളജി വാർഡ്. പിന്നെ ഒഫ്താൽമോളജി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ നേത്ര വിഭാഗമാണ്. നേത്ര രോഗ ശസ്ത്രക്രിയ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള തിമിര ശസ്ത്രക്രിയ ചെയ്തിട്ട് ഉള്ള പേഷ്യൻസ് എവിടെയാണ്? ഒഫ്താൽമോളജി എന്ന് പറയുന്ന വാർഡിലാണ് സാധാരണയായിട്ട് NDR നിർത്താറ്. ഇത്രയുമാണ് സ്പെഷ്യലൈസ്ഡ് വാർഡ്സ്, ഹോസ്പിറ്റൽസിലുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡ്സ്. മാം ഇപ്പൊ പറഞ്ഞത് കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി എന്ന് പറഞ്ഞ ഈ CTVS എന്നുള്ളതിന്റെ എക്സ്പാൻഡ് ചെയ്യണ അതാ പറഞ്ഞത്? എക്സ്പാൻഡ് ഫോം ആണോ പറഞ്ഞത്, അതോ ഇത് വേറൊരു വാർഡും കൂടി ഉണ്ടെന്നാണോ? എടാ, CTVS എക്സ്പാൻഡഡ് ഫോം ആണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ ഈ നെഫ്രോളജി, ഡയാലിസിസ്, കാർഡിയോളജി ആൻഡ് CTVS ഡയാലിസിസ് സെന്ററും അതുപോലെ കാർഡിയോളജിന്റെയും കൂടി ഇതിൽ ഉൾപ്പെടുവോ? മ്യൂട്ടാണ് മാം. മാം കേൾക്കുന്നില്ല പറയുന്നത്. എടാ, മ്യൂട്ടായി പോയതാണ്, സോറി കേട്ടോ. അത് വെച്ചാൽ ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, കാർഡിയോളജി, ന്യൂറോളജി, ഒഫ്താൽമോളജി, അങ്ങനെ 6 പോയിന്റ്സ് ഉണ്ട്. അത് ഈ കാർഡിയോളജി എന്ന് പറയുന്നത് ഒരു പോയിന്റ് നമ്മളുടെ ഈ ഒരു ഡയാലിസിസിന്റെ ഒപ്പം മുകളിലേക്ക് വന്നതാണ്. ശരിക്കും അത് 4ാമത്തെ പോയിന്റ് ആയിരുന്നു, ബൈ മിസ്റ്റേക്ക് അങ്ങനെ വന്നതാണ് കേട്ടോ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ക്ലിയർ ആയല്ലോ? റസിയ അതിലേടാ ഈ പോയിന്റ് ഇല്ലേ കാർഡിയോളജി എന്ന് പറയുന്നത്, അത് അടുത്ത പോയിന്റ് ആണ്. നെഫ്രോളജി ഒക്കെ പോലെ ന്യൂറോളജി ഒക്കെ പോലത്തെ ഒരു പോയിന്റ് ആയിരുന്നു. ബട്ട് ടൈപ്പിംഗ് മിസ്റ്റേക്ക് കാരണം അത് മേലേക്ക് വന്നതാണ്. നമുക്കറിയാലോ നെഫ്രോളജി എന്ന് പറയുന്നത് എന്ത് അസുഖം റിലേറ്റഡ് ആണ്? വൃക്ക റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ്. അപ്പൊ ഇതിന് രണ്ടിനും ഒറ്റ വാർഡ് പറ്റില്ല.
അതിന് രണ്ട് ടൈപ്പ് വാർഡ് തന്നെ വേണം. നെഫ്രോളജി എന്ന് പറയുമ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാർഡായിരിക്കണം വേണ്ടത്. കാർഡിയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള ടൈപ്പ് വാർഡാണ് വേണ്ടത്. സെപ്പറേറ്റ് വാർഡ് വേണം എന്നുള്ളൊരു കണ്ടന്റ് ആണ് അവിടെ പറയുന്നത് കേട്ടോ. അടിയിലോട്ടൊരു പോയിന്റ് ആയിട്ട് എഴുതി ചേർത്താ പോയി മിസ് ടെക്സ്റ്റിലോട്ട്. ആ ടെസ്റ്റിൽ ഒരു പോയിന്റ് പോലെ ഒരു സ്റ്റാർ ഇട്ടാൽ മതി. നിങ്ങള് അവിടെ തന്നെ ഒരു സ്റ്റാർ ആക്കി ഇടുകയാണെങ്കിൽ അവർ കൊടുത്ത പോലെ ഒരു സ്റ്റാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തു. ഓക്കെ, ഞാൻ ശ്രമിച്ചൊക്കെ നോക്കി പോയിന്റ് ഒക്കെ ഇടാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല കേട്ടോ. അപ്പോ ഇത്രയും വെച്ച് ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ എന്താണ് പറഞ്ഞത്,